ഇൻ്റർലോക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോ കൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് മോൾഡ്. 5 മോൾഡുണ്ട്. പല റേറ്റിനുള്ള മോൾഡ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ടൈപ്പ് മോൾഡാണ് മേടിച്ചേക്കുന്നത്. ഇത് ഫൈബറിൻ്റെ മോൾഡാണ്. ഇതുപോലെ തന്നെ റബ്ബറിൻ്റെ മോൾഡും അവൈലബിൾ ആണ് മേടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു സ്പേസ് ഇൻ്റർലോക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മുകളിൽ ഇത് 2 രീതിയിലുണ്ടാക്കാം. നമുക്ക് മുകളിൽ റെഡ് കളർ വേണം എന്നുള്ള രീതിക്കാണെങ്കിൽ ശരിക്കും റെഡ് ഓക്സൈഡും സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ അടിയിലിട്ട് കൊടുക്കുക. എന്നിട്ടും ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നോർമൽ സിമെൻറ്റിൻ്റെ കളർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കളർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് റെഡ് ഓക്സൈഡ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പരീക്ഷണം എന്നുള്ള രീതിയിൽ ആദ്യം 5 ഉണ്ടാക്കി നോക്കുക എന്നുള്ള മൈൻഡിലാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് ഓക്സൈഡ് വെച്ചിട്ട് റെഡ് കളറിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോമൺലി കൂടുതലും സിമെൻറ്റിൻ്റെ കളറിൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഡിസൈൻ്റെ ആവശ്യത്തിനായിട്ട് റെഡ് കളറിൽ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് റെഡ് ഓക്സൈഡ് എടുത്തു. ഒരളവ് വെക്കുന്നപ്പോഴും നല്ലതാണ്. നമുക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ പാത്രം എടുത്ത് അതിനകത്താണ് നമ്മൾ ഇതിന് അളവ് എടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം. ഇതിൽ പൊടി കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഉണ്ട ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതെല്ലാം നല്ല മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷമേ വെള്ളം വരാവും. ഇനി നമുക്കിതിലേക്ക് ബേബി ചില്ലി വേണം. ഇവിടെ ഞങ്ങളൊരു ചാക്ക് ബേബി ചില്ലിയാണ് ഇതിനായിട്ട് വാങ്ങിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടി ഇനീഷ്യൽ ടൈം ആയതുകൊണ്ട് തന്നെ ഈ അച്ചിൻ്റെ അകത്തുള്ള വോളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 5 അച്ചാണല്ലോ. ശരിക്കും ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 2:1:1 ആണ്. അതായത് ഇപ്പോൾ ചട്ടിയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ 2 ചട്ടി ബേബി ചില്ലി, 1 ചട്ടി എംസാൻഡ്, 1 ചട്ടി സിമെൻറ്റ്, ഈ ഒരു കണക്കിനാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മോൾഡിൻ്റെ അകത്ത് തന്നെ എംസാൻഡ് ചില്ലി ഇട്ടിട്ട് അതിൻ്റെ വോളിയം കണക്കാക്കുക ചെയ്തത്. അതായത് 2:1:1 കൺവേർട്ട് ചെയ്തൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ എംസാൻഡ് എടുത്തു. 2:1:1 എന്നുള്ള റേഷ്യോ തന്നെ എംസാൻഡ് എടുത്തു. ഇനി ഇതിലേക്ക് വേണ്ട സിമെൻറ്റാണ്. സിമെൻറ്റ് അതേ റേഷ്യോ തന്നെ എടുത്തു. ഇനി ആദ്യം ഈ സിമെൻറ്റും എംസാൻഡും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ബേബി ചില്ലിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത ശേഷമാണ് വെള്ളം പാരേണ്ടത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസാക്കുക, അതൊരു മീഡിയം ലൂസേ ഉണ്ടാകാവൂ. ഇനി അച്ഛൻ്റെ ഉള്ളിൽ തേക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൻജിൻ ഓയിൽ എടുത്തേക്കുന്നത്. അതായത് നമ്മൾ വണ്ടിയിലേക്ക് വാങ്ങിയ എൻജിൻ ഓയിൽ ബാക്കിയുണ്ടായിരുന്നു, അതാണ് ഇപ്പം ഇവിടെ തൽക്കാലമായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് കരി ഓയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓയിൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി റെഡ് ഓക്സൈഡും സിമെൻറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി ലൂസാക്കി മിക്സ് ചെയ്യുക. ഇതാണ് നമ്മൾ മോൾഡിൻ്റെ അടിയിൽ ആ ഡിസൈൻ വരുന്ന ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസൈൻ്റെ ഏരിയ റെഡ് കളറിൽ കറക്റ്റായിട്ട് കിട്ടും. ഇതെല്ലാതും ചെയ്യാം കേട്ടോ, നമുക്ക് സിമെൻറ്റിൻ്റെ കളറിൽ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇതിനടിക്കുന്ന കളേഴ്സ് ഉണ്ട്, കളേഴ്സ് വെച്ചിട്ട് നമുക്ക് പോളിഷ് ചെയ്ത് കൊടുത്താൽ മതി. റെഡ് ഓക്സൈഡ് ഇട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സിമെൻറ്റും ബേബി ചില്ലിയായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്ന മിക്സറും നമ്മൾ മുകളിലേക്ക് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, എന്നാലേ ആ ഒരു കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. മുലകളിലേക്ക് കറക്റ്റ് സെറ്റ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇതിപ്പോൾ 5 മോൾഡാണ് വാങ്ങിയെങ്കിലും ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ഒരു കൂടുതൽ മോൾഡുകൾ വാങ്ങിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. ഇനി ഒരു ദിവസം കാലത്ത് നിൽക്കണം, ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഇന്ന് രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ഡേ ആയി നമ്മൾ രാവിലെ തന്നെ വെച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് ഇതിൽ 1-2 എടുത്ത് നോക്കാം എന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ ഒരെണ്ണം എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. സാധനം മെല്ലെ ഇളകി വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ വക്ക് പിടിക്കാനുള്ളൊരു സ്പേസ് കുറവായതുകൊണ്ട് പിന്നെ ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പുറത്തേക്ക് എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി.
ഇതാണ് എടുത്ത ഇൻ്റർലോക്ക്. ഇതിൻ്റെ സൈഡ് ചെറുതായിട്ട് ഇളകിപ്പോയി. ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവണ്ടായിരുന്നു. ഞാനത് ശരിക്കും കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു. ടോട്ടൽ 2 എടുത്ത്. അപ്പോൾ ഒരു 99% വിജയമാണ്. ഇത് വക്ക് ഇത്തിരി പോയെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ തട്ടിപ്പോയതാണ്. അപ്പോൾ തട്ടാതെ എടുത്ത സാധനം ഉഷാറാണ്. അതാണ് ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സ്വന്തം ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കേണ്ട ആളുകൾക്ക് ഇതൊരു ഉപകാരപ്പെടും. വീഡിയോ കണ്ടായിരുന്നു. മുകളിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം വാർന്ന് വെക്കുക. അതിനായിട്ട് ചെറിയൊരു പാത്രം, ടാങ്ക് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിലൊരു 1 വീക്ക് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.